HSI നോട്ടിഫിക്കേഷൻ വന്നു. ഇനി എങ്ങനെയാണ് പഠനം പ്ലാൻ ചെയ്തിരിക്കുന്നത്? കൺസിസ്റ്റൻസി, റിവിഷൻ ഇവയൊപ്പം ഉണ്ടാവണം HSIയിൽ ത്രൂ ഔട്ട്. നമുക്ക് ഒരുമിച്ച് പഠിക്കാം CCയോടൊപ്പം. ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. അപ്പോൾ നമ്മുടെ UGC നെറ്റ് എക്സാമിന് ഒരു നല്ല തുടക്കം ഈ പുതിയ വർഷത്തിൽ നമുക്കൊന്ന് തുടങ്ങാം അല്ലേ? അപ്പം ഇനി വരുന്ന നെറ്റ് എക്സാമിന് ഏറ്റവും നന്നായിട്ട് പഠിച്ച് നമ്മൾ തയ്യാറെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് പേപ്പറുകളുണ്ട്. അപ്പോൾ അതോടുകൂടി തന്നെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് പഠിച്ചു വരുന്ന ജനറൽ പേപ്പറുമുണ്ട് അല്ലേ? അപ്പോൾ ജനറൽ പേപ്പറിൻ്റെ ഒരു പ്രാധാന്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? നമുക്ക് സബ്ജക്റ്റ് പേപ്പർ ചിലപ്പം കുറച്ച് ഒരു ബുദ്ധിമുട്ടായിട്ട് വന്നാലും അത് നമുക്ക് മേക്കപ്പ് ചെയ്ത് നല്ല മാർക്കിലേക്ക് എത്താനായിട്ട് നമ്മളെ സഹായിക്കുന്ന പേപ്പറാണ് പേപ്പർ 1 അല്ലെങ്കിൽ ജനറൽ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജനറൽ പേപ്പറിൽ പലപ്പോഴും നമ്മൾ അവസാനത്തെ സമയത്തൊക്കെ ആയിരിക്കും പഠിക്കാനായിട്ട് സമയം കണ്ടെത്തുന്നത്. എന്നാൽ ഇത്തവണ ഈ പുതുവർഷത്തിൽ നമുക്ക് നമ്മുടെ സ്ട്രാറ്റജി ഒന്ന് മാറ്റി പിടിക്കുക അല്ലേ? എന്താണ്? നമ്മൾ തുടക്കം മുതലേ നെറ്റിന് വേണ്ടിയിട്ടുള്ള ജനറൽ പേപ്പർ ആദ്യം മുതലേ പഠിച്ച് പോവുകയാണ്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു പ്രധാനപ്പെട്ട ടോപ്പിക്ക്, അതായത് നിരന്തരം നമുക്ക് UGC നെറ്റ് എക്സാമിന് നമ്മളോട് ചോദിച്ചു വരുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിലുള്ളത് കൊണ്ട് തന്നെ, ഒരുപാട് മാറ്റങ്ങൾ അതിൽ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ വീണ്ടും അതിനകത്തുനിന്ന് ചോദ്യങ്ങൾ നമ്മൾക്ക് വരാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യം നമ്മൾ ആ ടോപ്പിക്ക് ഒന്ന് മനസ്സിലാക്കും. പിന്നെ അതിൽ നിന്ന് നമുക്ക് ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ നമ്മൾക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. എത്രത്തോളം നമുക്ക് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനായിട്ട് പറ്റുന്നുണ്ടോ എന്നും കൂടെ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരികയാണ്. ഓക്കെ, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്, അതുപോലെ തന്നെ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ്, കൂടാതെ ഇന്ത്യ എത്രമാത്രം ഈ ഒരു ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിൽ ഇന്ത്യ പ്രോഗ്രസ് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയുടെ സ്ഥാനം എവിടെയാണ്, മറ്റ് ലോകരാഷ്ട്രങ്ങളുടെ പൊസിഷൻ എങ്ങനെയാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് നമ്മളോട് നിരന്തരം ചോദിച്ചു വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് UN-ൻ്റെ നേതൃത്വത്തിൽ ആഗോളതലത്തിൽ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള ചില ടാർഗറ്റ്സ് ആണ്, ചില ഗോൾസ് ആണ്, നമ്മുടെ ലക്ഷ്യങ്ങളാണ് അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് ഈ ലക്ഷ്യങ്ങൾ, എത്രമാത്രം ലക്ഷ്യങ്ങളാണ് നമ്മൾക്കുള്ളത് എന്നൊക്കെയാണ് നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത്. കൃത്യമായിട്ട് നിങ്ങളിത് മനസ്സിലാക്കി പോകണം. കാരണം ഈ ഒരു ടോപ്പിക്കിൽ പറഞ്ഞിട്ടുള്ള അതേ വാക്കുകൾ തന്നെയാണ് നിരന്തരമായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിൽ കണ്ടുവരുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾക്ക് ആദ്യം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോളായിട്ട് വരുന്നത് നോ പോവർട്ടി എന്നുള്ളതാണ്. നോ പോവർട്ടി. ഓക്കെ, ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക, അല്ലെങ്കിൽ ദാരിദ്ര്യം ഇല്ലാത്ത ഒരു സാഹചര്യം. എന്താണ് ഈ ലക്ഷ്യം? നമ്മൾ എന്തുകൊണ്ടാണ് കൈവരിക്കാൻ ഉദ്ദേശിക്കുന്നത്? ദ ഗോൾ ടു എലിമിനേറ്റ് എക്സ്ട്രീം പോവർട്ടി ഫോർ എവരി വൺ ബൈ 2030. കേട്ടോ, 2030 നമ്മൾ പൂർണ്ണമായിട്ടും ദാരിദ്ര്യമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ലോകരാജ്യങ്ങൾ എത്തിച്ചേരുക എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യം. ഓക്കെ, 2 സീറോ ഹങ്കർ, വിശപ്പില്ലാത്തൊരവസ്ഥ, അതായത് ആവശ്യത്തിന് എല്ലാവർക്കും ഭക്ഷണം കിട്ടുന്ന ഒരു സാഹചര്യം. അതാണ് രണ്ടാമത്തെ ഗോളായിട്ടുള്ളത്. ദ ഗോൾ ടു എൻഡ് ഗ്ലോബൽ ഹങ്കർ ആൻഡ് മാൽന്യൂട്രീഷൻ ബൈ 2030. അവിടെ നമുക്ക് 2030 ഈ ലക്ഷ്യം നമ്മൾ അച്ചീവ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊക്കെ ചില വാക്കുകൾ പറഞ്ഞിരിക്കുന്നത് വളരെ കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് എടുത്തു ചോദിക്കാറുണ്ട്. ഉദാഹരണമായിട്ട് ഈ മാൽന്യൂട്രീഷൻ ഇല്ലാതാക്കാനായിട്ടുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ എത്രാമത്തെയാണ്, അല്ലെങ്കിൽ ഏതിൻ്റെ ഭാഗമാണ് എന്ന് ചോദിക്കാം. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഉത്തരം വരുന്നത് സീറോ ഹങ്കറിലാണ് ഇത് ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കണം. അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ഗോൾ എന്ന് വെച്ചാൽ ഗുഡ് ഹെൽത്ത് ആണ്. ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീങ് കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന് ചോദിച്ചിരുന്നതാണ് കേട്ടോ. ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീങ് ആണ്. നോക്കിയേ, ഈ ലക്ഷ്യം ദ ഗോൾ ടു എൻഷുവർ ഹെൽത്തി ലൈവ്സ് ആൻഡ് വെൽബീങ് ഫോർ എവരി വൺ റിഗാർഡ്ലെസ് ഓഫ് ഏജ്. അപ്പോൾ പ്രായം എന്ന് പറയുന്നത് ഒരു ഘടകം ആണെങ്കിൽ പോലും അതിനെ വകവയ്ക്കാതെ, അല്ലെങ്കിൽ ആ ഒരു കാര്യം ഇപ്പം ഏതു പ്രായത്തിലുള്ളവർക്കും നല്ല ആരോഗ്യവും
നല്ല ജീവിതവും പൂർണ്ണമായിട്ടും കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുക. അപ്പോൾ ഇതെല്ലാം നമ്മൾ ലക്ഷ്യമാക്കുന്നത് 2030 കൂടിയാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പം പ്രായം എന്ന് പറയുന്നത് ഒരു ഘടകമല്ല എന്തിന്, നല്ല ആരോഗ്യത്തിനും നല്ല ജീവിതത്തിനും എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. ഓക്കെ, അടുത്ത സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ എന്ന് പറയുന്നത് ജെൻഡർ ഇക്വാളിറ്റിയാണ് അല്ലേ. ജെൻഡർ ഇക്വാളിറ്റി ഒരുപാട് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ്, പരീക്ഷയ്ക്ക് ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗം കൂടിയാണ്. ദ ഗോൾ ടു അച്ചീവ് ജെൻഡർ ഇക്വാളിറ്റി വിച്ച് ഈസ് എ ഫണ്ടമെന്റൽ ഹ്യൂമൻ റൈറ്റ് ആൻഡ് എസെൻഷ്യൽ ഫോർ പീസ്ഫുൾ സൊസൈറ്റീസ്. ഓക്കെ, സമാധാനപരമായിട്ടുള്ളൊരു സമൂഹം ഉണ്ടാകണമെങ്കിൽ നമുക്ക് ആത്യന്തികമായിട്ട് വേണ്ട ഒരു കാര്യമായിട്ടാണ് ജെൻഡർ ഇക്വാളിറ്റിയെ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോള് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് നമ്മൾ 2030 കൂടിയാണ് ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതൊരു ഫണ്ടമെന്റൽ ഹ്യൂമൻ റൈറ്റ് ആണ് അല്ലേ, നമ്മുടെ ഒരു മൗലിക അവകാശം പോലെ കരുതുന്ന ഒരു കാര്യമാണ് എന്ത്, ജെൻഡർ ഇക്വാളിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്, അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ക്ലീൻ എനർജിയെ പറ്റി ഒരുപാട് ചർച്ചകൾ നടക്കുകയും ഒരുപാട് ഇന്നോവേഷൻസ് ഈ മേഖലയിൽ ഉണ്ടാകുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ ക്ലീൻ എനർജി അല്ലെങ്കിൽ അഫോർഡബിൾ എനർജി, ഇപ്പോൾ സോളാർ എനർജിയെ പറ്റി നമ്മൾ പഠിക്കുന്നു, അതുപോലെ തന്നെ പെട്രോൾ ഡീസൽ കൂടാതെയുള്ള റിന്യൂവബിൾ ആയിട്ടുള്ള മറ്റ് എനർജീസിനെ പറ്റി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മാറ്റങ്ങൾ അതിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദ ഗോൾ ടു മേക്ക് എനർജി അഫോർഡബിൾ ആൻഡ് ക്ലീൻ. അപ്പോൾ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു എനർജി സോഴ്സ്, അതുപോലെ തന്നെ പരിസ്ഥിതിക്ക് പ്രശ്നം ഉണ്ടാക്കാത്ത ക്ലീൻ ആയിട്ടുള്ള എനർജി, ഇതാണ് അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, യെസ്. അടുത്തത് എന്താണ്, റെഡ്യൂസ്ഡ് ഇൻഇക്വാളിറ്റീസ് അല്ലേ. സമൂഹത്തിലുള്ള ഇൻഇക്വാളിറ്റീസ്, അസമത്വങ്ങളെ കുറച്ചുകൊണ്ടുവരിക. ഓക്കെ, ഇൻഇക്വാളിറ്റീസിനെ റെഡ്യൂസ് ചെയ്യുക. ദ ഗോൾ ടു റെഡ്യൂസ് ഇൻഇക്വാളിറ്റീസ് അല്ലേ. സമൂഹത്തിൽ നമുക്കറിയാം പല രാജ്യങ്ങളും പല മേഖലയിലും പല തരത്തിലുള്ള ഇൻഇക്വാളിറ്റീസ് ഉണ്ട് അല്ലേ. അതെല്ലാം എന്ത് ചെയ്യണം, റെഡ്യൂസ് ചെയ്യുക. അടുത്തത് സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് എക്കണോമീസ്. അപ്പം ഇത് നമുക്കറിയാം, നമ്മൾ ഈ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിൽ ഒരുപാട് പഠിക്കുന്ന ഒരു കാര്യമാണ് സിറ്റീസിൻ്റെ പ്രശ്നങ്ങൾ അല്ലേ. വളർന്നു വരുന്ന സിറ്റികളിലുള്ള പ്രശ്നങ്ങൾ അല്ലേ. അടുത്ത തലമുറ വരുമ്പോഴെങ്ങനെയായിരിക്കും ഈ സിറ്റിയിൽ ജനങ്ങൾ അല്ലെങ്കിൽ അടുത്ത തലമുറ ജീവിക്കുന്നത്. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് സാമ്പത്തിക വ്യവസ്ഥകളും അല്ലേ. അപ്പോൾ ഇതെല്ലാം സസ്റ്റൈനബിൾ ആയിരിക്കണം. അതായത് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം അടുത്ത തലമുറയ്ക്ക് കൂടെ ഉപയോഗിക്കാവുന്ന തരത്തിലേക്ക് സിറ്റികളും അതുപോലെ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയും മാറണം അല്ലേ. ദ ഗോൾ ടു ക്രിയേറ്റ് സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് എക്കണോമീസ്. അപ്പോൾ അങ്ങനെയുള്ള സസ്റ്റൈനബിൾ ആയിട്ടുള്ള നഗരങ്ങളും സാമ്പത്തിക സംവിധാനങ്ങളും നമ്മൾക്ക് ഉണ്ടാവണം. ഓക്കെ, ഇനി നോക്കിയേ, റെസ്പോൺസിബിൾ കൺസപ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ. ഓക്കെ, റെസ്പോൺസിബിൾ കൺസപ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ. അതിപ്പോൾ നമുക്കൊരു ഉത്തരവാദിത്തം വേണം. എന്തിലൊക്കെ? രണ്ട് കാര്യങ്ങൾ. ഒന്ന് നമ്മുടെ ഉപഭോഗത്തിൽ, മറ്റൊന്ന് നമ്മുടെ ഉൽപ്പാദനത്തിൽ. കേട്ടോ, ക്ലിയർ ആയിട്ട് അത് മനസ്സിലാക്കി പോകണം. എന്താണ് ദ ഗോൾ ടു ക്രിയേറ്റ് റെസ്പോൺസിബിൾ കൺസപ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ? അതായത് നമ്മളെല്ലാം റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്ത് തീർന്നു കഴിഞ്ഞാൽ എന്താണ്, അടുത്തൊരു തലമുറയ്ക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവരുത്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലൈമറ്റ് ആക്ഷൻ ഇതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എന്താണ് ദ ഗോൾ ടു ടേക്ക് ആക്ഷൻ ഓൺ ക്ലൈമറ്റിക് ചേഞ്ച് അല്ലേ. നമുക്കറിയാം ആഗോള താപനം പോലെയുള്ള വിഷയങ്ങൾ വളരെ ചർച്ച ചെയ്യപ്പെടുന്ന കാലഘട്ടമാണ്. കേരളവും ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളൊക്കെ ഒരുപാട് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണ് അല്ലേ. ചൂട് കൂടുന്നു, അതുപോലെ തന്നെ നാച്ചുറൽ കലാമിറ്റീസിൻ്റെ എണ്ണം കൂടുന്നു, എപ്പിഡമിക്സ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് ക്ലൈമറ്റിക് ചേഞ്ച് ആണ്. അപ്പം അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഓക്കെ, അടുത്തത് എന്താണ്, ലൈഫ് ബിലോ വാട്ടർ. എന്താണ് ദ ഗോൾ ടു പ്രൊട്ടക്ട് ലൈഫ് ബിലോ വാട്ടർ? അതായത് സമുദ്രങ്ങളിലെ അതുപോലെ നദികളിലെ എല്ലാം ജീവജാലങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് അല്ലേ. അപ്പം ഒരുപാട് നാളുകൾക്ക് മുമ്പ് തന്നെ ഇതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് കുറച്ചുകൂടെ ഊർജിതമായിട്ട് കൊണ്ടുപോകാനായിട്ടാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ ശ്രമിക്കുന്നത്. ഓക്കെ, ലൈഫ് ഓൺ ലാൻഡ്. ഇപ്പോൾ ലൈഫ് ഓൺ വാട്ടർ പറഞ്ഞു, ലൈഫ് ഓൺ ലാൻഡ്. ദ ഗോൾ ടു
പ്രൊട്ടക്റ്റ് ലൈഫ് ഓൺ ലാൻഡ് അല്ലേ. ഓക്കെ, അടുത്ത എന്താണ്? പീസ്, ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. സമാധാനം വേണം, അതുപോലെ തന്നെ ഒരു നീതിന്യായ സംവിധാനം നമുക്ക് വേണം അല്ലേ. സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നല്ല ഭരണ സംവിധാനങ്ങൾ വേണം. ദ ഗോൾ ടു ക്രിയേറ്റ് പീസ്, ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇതുണ്ടെങ്കിലേ ഉള്ളൂ നമ്മുടെ സമൂഹത്തിൽ സമാധാനപരമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു അനാർക്കിക്കൽ സിറ്റുവേഷനിലേക്ക് നമ്മുടെ സമൂഹം പോകാതിരിക്കുകയുള്ളൂ. ഓക്കെ, അടുത്ത എന്താണ്? പാർട്ട്ണർഷിപ്പ് ഫോർ ദ ഗോൾസ്. ദ ഗോൾ ടു ക്രിയേറ്റ് പാർട്ട്ണർഷിപ്പ് ഫോർ ദ ഗോൾസ്. ഇതിൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ കാലഘട്ടത്തിൽ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഒരിക്കലും ഒരു ലക്ഷ്യം നേടിയെടുക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. ഒരു പക്ഷേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സാധിക്കുമായിരിക്കും. പക്ഷേ ഇതിനൊരു പാർട്ട്ണർഷിപ്പ് വേണം. നമ്മൾ ഇപ്പോൾ ഒരു രാജ്യത്തിന് മാത്രമായിട്ട് നിലനിന്നുകൊണ്ട് ചില ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക എന്ന് പറയുന്നത് എന്താണ്? അസാധ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരസ്പര സഹകരണത്തിലൂടെ ചില ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക, അങ്ങനെയുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് പാർട്ട്ണർഷിപ്പ് ഫോർ ദ ഗോൾസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കിയത് 17 പ്രധാനപ്പെട്ട സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ആണ്. ഇതെല്ലാം ഓരോ വർഷവും മാറി മാറി ചോദിക്കുന്നതാണ്. നിങ്ങൾ ഇതിൻ്റെ ഓരോ ഹെഡിങ്ങൾ കൃത്യമായിട്ട് 1-2 തവണ വായിച്ചുകൊണ്ട് മനസ്സിലാകത്തില്ല. പക്ഷേ ഒരു 3-4-5 തവണ നമ്മളിത് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വരുന്ന മാർക്ക് ഒരു കാരണവശാലും നഷ്ടപ്പെടത്തില്ല. ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് ഇതിൽ നിന്ന്. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിൽ ഇന്ത്യ എത്രമാത്രം, ഇന്ത്യയുടെ പൊസിഷൻ എന്താണ്, ഓക്കെ, ഇന്ത്യ എത്രമാത്രം അതിൽ സ്കോർ കൈവരിച്ചിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഓവറോൾ സ്കോർ ഓഫ് ഇന്ത്യ ഇൻ അറ്റൈനിങ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്. നോക്കിയേ, ഇവിടെ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് നമ്മൾ അച്ചീവ് ചെയ്യുന്നത് എത്രമാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ സഹായിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്ത്? നീതി ആയോഗ് അല്ലേ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ അല്ലേ. ഓക്കെ, അപ്പോൾ നീതി ആയോഗ്സ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ഇന്ത്യ ഇൻഡെക്സ് എന്ന് പറയുന്ന ഇൻഡെക്സിലാണ് ഇതിനെപ്പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ 2023-24 ഇൻഡെക്സ് പ്രകാരം എന്താണ്? ഷോസ് ദാറ്റ് ഇന്ത്യ ഹാസ് മെയ്ഡ് സിഗ്നിഫിക്കൻറ്റ് പ്രോഗ്രസ് ഓൺ സെവറൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്. അപ്പോൾ 2023-24 കാലഘട്ടത്തിൽ ഇന്ത്യ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിൽ വളരെ വലിയ ഒരു പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ പുരോഗതി എന്ന് നമുക്ക് നോക്കാം. ഗോൾ നമ്പർ 1 അല്ലേ, നോ പോവർട്ടി എന്ന് പറയുന്നത് അല്ലേ, ദാരിദ്ര്യത്തെ ഇല്ലാതാക്കുക എന്ന് പറയുന്നതിൽ എത്രമാത്രം നമ്മൾ മുമ്പോട്ട് പോയി. ഇംപ്രൂവ്ഡ് ഫ്രം 60 to 70. ഇത് നമ്മൾ സ്കോറാണ് നോക്കുന്നത് കേട്ടോ, പൊസിഷനല്ല, സ്കോറാണ് കൃത്യമായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ 60-ലായിരുന്നു ഉണ്ടായിരുന്നത്, 60 നമ്മുടെ സ്കോറ്. പക്ഷെ അതിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടെ അച്ചീവ് ചെയ്ത് എവിടെയായി? 72 നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിച്ചു. അത് നല്ലൊരു അഡ്വാൻസ്മെൻ്റ് ആണ് അല്ലേ. ആൻഡ് അഡ്വാൻസ്ഡ് ഫ്രം പെർഫോമർ ടു ഫ്രണ്ട് റണ്ണർ കാറ്റഗറി. ഓക്കെ, അപ്പോൾ നമ്മളൊരു വെറും ഒരു പെർഫോമർ മാത്രമല്ല, നമ്മൾ അതിനകത്ത് ഏറ്റവും നല്ല രീതിയിൽ ആദ്യം നിൽക്കുന്ന ചില രാജ്യങ്ങൾക്കൊപ്പം നമുക്ക് സ്കോർ കൈവരിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഗോൾ നമ്പർ 1 നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയ കാര്യം. അതുപോലെ തന്നെ ഗോൾ നമ്പർ 8 എന്താണ്? ഡീസൻറ്റ് വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത് അല്ലേ, നല്ല തൊഴിലവസരങ്ങളും അതുപോലെ തന്നെ സാമ്പത്തിക വികസനവും ആ മേഖലയിൽ ഇൻ ദ ഫ്രണ്ട് റണ്ണർ കാറ്റഗറിയിൽ നമുക്ക് എത്താനായിട്ട് സാധിച്ചു. അപ്പോൾ ഗോൾ നമ്പർ 1 നോ പോവർട്ടി, ഗോൾ നമ്പർ 8 ഡീസൻറ്റ് വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്, അതിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഒരു ഫ്രണ്ട് റണ്ണർ കാറ്റഗറിയിലേക്ക് നമുക്ക് എത്താൻ. ആ വാക്ക് പ്രധാനമായിട്ട് ശ്രദ്ധിച്ചോളാം. ഫ്രണ്ട് റണ്ണർ കാറ്റഗറിയിലേക്ക് നമ്മൾ എത്തിയത് ഏതൊക്കെ ഗോൾസിലാണ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഏതൊക്കെയാണ്? ഗോൾ നമ്പർ 1 ഗോൾ നമ്പർ 8. ഓക്കെ, ഇനി ഗോൾ നമ്പർ 30 എന്താണ് പറയുന്നത്? ക്ലൈമറ്റിക് ആക്ഷനിൽ നമ്മുടെ അച്ചീവ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ഇംപ്രൂവ്ഡ് ഫ്രം 54 to 67 കേട്ടോ. നോക്കിയേ, 54 നിന്ന് നമുക്ക് 67 എത്താനായിട്ട് പറ്റി. അത് നല്ലൊരു അഡ്വാൻസ്മെൻ്റ് ആണ് അല്ലേ, നല്ലൊരു പ്രോഗ്രസ് ആണ്. ആൻഡ് ഈസ് ഇൻ ദ ഫ്രണ്ട് റണ്ണർ കാറ്റഗറി. യെസ്, അതിൽ നമ്മൾ ഫ്രണ്ട് റണ്ണർ കാറ്റഗറിയിലേക്ക് എന്ത് ചെയ്തു? നമുക്ക് എത്താനായിട്ട് പറ്റി. അപ്പോൾ 1, 8, 13 അല്ലേ, ഈ 3 ഗോൾസുകളും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്? ഫ്രണ്ട് റണ്ണർ കാറ്റഗറിയിലേക്ക് നമുക്ക് ഇന്ത്യക്ക് എത്താനായിട്ട് സാധിച്ചു എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള നേട്ടമാണ് അല്ലേ.
ഇനി ഒരു ഓവറോൾ സ്കോറിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഓവറോൾ സ്കോറിൽ ഇംപ്രൂവ്ഡ് ഫ്രം 57, 2018 നമ്മൾ എത്രയായിരുന്നു, 57 ആയിരുന്നു അല്ലേ ഓവറോൾ സ്കോറിൽ, ടു 71 ഇൻ 2023-24, 2023-24 കാലഘട്ടത്തിൽ നമ്മൾ 71ലേക്ക് നമ്മുടെ സ്കോർ ഉയർത്തി എന്നുള്ളതാണ്. ഓക്കെ, 57 നിന്ന് 71ലേക്ക് നമുക്ക് നമ്മുടെ ഓവറോൾ സ്കോർ ഉയർത്താനായിട്ട് സാധിച്ചത് അഭിമാനകരമായിട്ടുള്ള നേട്ടമാണ്. നോക്കിയേ, ഇനി നമുക്ക് ചില സ്റ്റേറ്റുകളുടെ കാര്യങ്ങളോട് നോക്കിപ്പോണം. പ്രധാനമായിട്ടും കൂടുതൽ അച്ചീവ്മെൻറ്റ് നടത്തിയിരിക്കുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൽ കൂടുതൽ അച്ചീവ്മെൻറ്റ്സ് നടത്തിയിരിക്കുന്ന സ്റ്റേറ്റുകൾ. ദ ഹയസ്റ്റ് സ്കോറിംഗ് സ്റ്റേറ്റ്സ് വെയർ കേരള, ഉത്തരാഖണ്ഡ് അല്ലേ, ഈച്ച് വിത്ത് എ സ്കോർ ഓഫ് 79. വളരെ പ്രധാനപ്പെട്ട, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, ഇതിൽ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിൽ സ്റ്റേറ്റുകളിൽ പ്രത്യേകിച്ചും ഹയസ്റ്റ് സ്കോറിംഗ് സ്റ്റേറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ കൊച്ചു കേരളവും അതുപോലെ തന്നെ ഉത്തരാഖണ്ഡുമാണ് എന്നുള്ളതാണ് നമുക്ക് അഭിമാനകരമായിട്ട് പറയാനായിട്ട് സാധിക്കുന്നത് അല്ലേ. ഓക്കെ, നോക്കിയേ, ദ ലോവസ്റ്റ് സ്കോറിംഗ് സ്റ്റേറ്റ്സ് വെയർ ഏതാണ്, ബീഹാർ 57 പോയിന്റ്സ് ആൻഡ് ജാർഖണ്ഡ് വിത്ത് 62 പോയിന്റ്സ്. ഓക്കെ, അപ്പോൾ വലിയ പുറകിലാണെന്ന് പറയാനായിട്ട് പറ്റത്തില്ല, എന്നാലും താരതമ്യേന കുറച്ച് പുറകിലാണ് ഏതൊക്കെ സ്റ്റേറ്റുകൾ, ബീഹാറും ജാർഖണ്ഡും, ഈ രണ്ട് സ്റ്റേറ്റുകൾ. ഓക്കെ, യെസ്. അപ്പം നമുക്ക് നമ്മുടെ ഇന്ത്യയുടെ ഒരു ഓവറോൾ സ്കോർ എത്രമാത്രമാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു അല്ലേ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അതാണ് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് അല്ലേ. നമുക്ക് എത്ര മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് ആണുള്ളത്? 8 പ്രധാനപ്പെട്ട മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് ആണ് ഉള്ളത്. MDGs എന്നാണ് അതിനെ നമ്മൾ വിളിക്കുന്നത് അല്ലേ, മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ്. അപ്പോൾ ഈ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസിൽ ഏതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്നുള്ളതും കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കി പോവാം. ഓക്കെ, നോക്കിയേ, ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി. ഓക്കെ, നമുക്കറിയാം കൊടിയ ദാരിദ്ര്യം നമ്മൾ പറയും അല്ലെ, ഭയങ്കരമായ ഭീകരമായിട്ടുള്ള ദാരിദ്ര്യം എന്ത് ചെയ്യണം, നമ്മൾ ഇല്ലാതാക്കണം, തുടച്ചു നീക്കണം, ഇറാഡിക്കേറ്റ് ചെയ്യണം അല്ലേ. ഓക്കെ, അടുത്തത് അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ അല്ലെ, സാർവത്രികമായിട്ടുള്ള പ്രൈമറി എഡ്യൂക്കേഷൻ, പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട്, നേടിയെടുക്കാനായിട്ട് സാധിക്കണം അല്ലെ. അടുത്തത് പ്രൊമോട്ട് ജെൻഡർ ഇക്വാളിറ്റി ആൻഡ് എംപവർ വുമൺ. ജെൻഡർ ഇക്വാളിറ്റി നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കണം. കൂടാതെ സ്ത്രീകൾക്ക് അവരെ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യണം, എംപവർ ചെയ്യണം, കൂടുതൽ അവരെ ശാക്തീകരണം നടത്തണം അല്ലെ. റെഡ്യൂസ് ചൈൽഡ് മോർട്ടാലിറ്റി, അപ്പം കുട്ടികളുടെ മരണനിരക്ക് നമുക്ക് കുറയ്ക്കണം. ഓക്കെ, ഇംപ്രൂവ് മറ്റേണൽ ഹെൽത്ത് അല്ലേ, ഇപ്പം പ്രഗ്നൻ്റ് ആയിരിക്കുന്ന അമ്മമാരുടെ ആരോഗ്യം എന്ത് ചെയ്യണം, സംരക്ഷിക്കണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദീർഘവീക്ഷണത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങളാണ്. നമുക്ക് പുതിയൊരു തലമുറ വരുമ്പോൾ അവർ ഹെൽത്തി ആയിരിക്കണം, അവർക്ക് ഭക്ഷണം വേണം അല്ലെ, വിദ്യാഭ്യാസം വേണം. പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനുമായിട്ടുള്ള സാഹചര്യം വേണം. അതൊക്കെയാണ് നമുക്ക് ഇത് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ നമ്മൾ 1, 2, 3, 4, 5 ആണ് പഠിച്ചത്. ഇനി 3 കൂടെ നമുക്കുണ്ട് അല്ലേ. ഏതൊക്കെയാണ്? അടുത്താണ് കോംബാറ്റ് HIV, AIDS, മലേറിയ ആൻഡ് അതർ ഡിസീസസ്. അപ്പം നമുക്ക് വളരെ അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ചില അസുഖങ്ങളാണ് അല്ലേ. എന്താണ് HIV, AIDS, അതുപോലെ തന്നെ മലേറിയ, അതുപോലെയുള്ള വലിയ രോഗങ്ങളിൽ നിന്ന് എന്ത് ചെയ്യണം, നമുക്കൊരു സമൂഹത്തെ പൂർണ്ണമായിട്ട് മോചിപ്പിക്കാനായിട്ട്, പൂർണ്ണമായിട്ടല്ലെങ്കിൽ ഒരു പരിധി വരെ മോചിപ്പിക്കാനായിട്ട് സാധിക്കണം. ഒരുപാട് രോഗങ്ങളുണ്ട്. ഓക്കെ, അതുപോലെ അടുത്തത് എൻഷുവർ എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി അല്ലേ. ഒരുപാട് പ്രാധാന്യത്തോടു കൂടി ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ പരിസ്ഥിതി വരുന്നൊരു തലമുറയ്ക്കും കൂടെ വേണ്ടി എന്ത് ചെയ്യണം, സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത അല്ലേ. വളരെ പ്രധാനപ്പെട്ട ഒരു ഗോളാണത്. ഓക്കെ, ലാസ്റ്റ് ഡെവലപ്പ് എ ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഫോർ ഡെവലപ്മെൻറ്റ്. അപ്പോൾ നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിലെ ഏറ്റവും അവസാനത്തെ ഗോൾ പറയുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു എന്താണ്, നമുക്ക് ഒരു രാജ്യത്തിന് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഒരിക്കലും ഒരു ഗോള് എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല,
നേടിയെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ആവശ്യമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോളിലും അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ്? ഡെവലപ്പ് എ ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഫോർ ഡെവലപ്മെൻറ്റ് എന്നുള്ള മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾ. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നോക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ചോദ്യങ്ങളിലേക്ക് വേണം. അതിനെ പോകുന്നതിലേക്ക് മുമ്പ് തന്നെ നമ്മൾ അടുത്ത UGC നെറ്റ് എക്സാമിന് വേണ്ടി അതിനായിട്ടുള്ള പ്രിപ്പറേഷൻസ് ഈ ജനുവരി മാസത്തിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം ഒരു അടുത്ത എക്സാമിന് നമുക്ക് JRF എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു 2x മോഡൽ നമ്മൾ തുടക്കം കുറിക്കുകയാണ്, നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും നന്നായിട്ട് പഠിച്ച് നമുക്ക് അടുത്ത പരീക്ഷ ഏറ്റവും നന്നായിട്ട് എഴുതിയെടുക്കാനായിട്ട് സാധിക്കണം. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനകത്ത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, അടുത്ത ഒരു വർഷം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഏറ്റവും നന്നായിട്ട് പഠിച്ച് തയ്യാറെടുക്കാം. ഒന്ന്. 2, ഈ ഓഫർ, അതായത് ഈ ബാച്ചിലേക്ക് ചേരാനായിട്ട് നിങ്ങൾക്കൊരു 10 ഡേ സ്പെഷ്യൽ ഓഫർ ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടൻ തന്നെ നിങ്ങൾ കോൺടാക്ട് നമ്പർ നോട്ട് ചെയ്യുക. വീഡിയോടൊപ്പം നിങ്ങൾക്ക് ഇവിടെ കോൺടാക്ട് നമ്പറുണ്ട്, 97 78 82 62 92 എന്നുള്ള നമ്പറിൽ നിങ്ങൾ വിളിക്കുക. ഈ ഓഫർ ഏറ്റവും ആദ്യം തന്നെ കരസ്ഥമാക്കുക. ഓക്കെ, അപ്പം അടുത്ത വർഷം നമുക്ക് JRF എന്നുള്ള നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണം. ഓക്കെ, യെസ്, അപ്പം അതെല്ലാവരും മറക്കാതെ ചെയ്യുക. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. നോക്കിയേ, ആദ്യത്തെ ചോദ്യം. അണ്ടർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ 3, ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് by 2030, the premature mortality from non-communicable disease is to be reduced by. ഓക്കെ, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. ഞാൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് പറഞ്ഞപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കണ്ടന്റ് ആണ് പറഞ്ഞു പോയത് അല്ലേ. എന്നാൽ അതിനകത്ത് കുറച്ചുകൂടെ ചില കാര്യങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ 3യുമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദിക്കുക അല്ലേ. ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ബൈ 2030 എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു. ദ പ്രിമേച്ചർ മോർട്ടാലിറ്റി ഫ്രം നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഈസ് ടു ബി റെഡ്യൂസ്ഡ് ബൈ, എത്ര ശതമാനമാണ് നമ്മൾ ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്? 73, 50, 60, 40. ഓക്കെ, നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഓക്കെ, ഇനി ആൻസറിലേക്ക് വരുമ്പോൾ ആൻസർ C ആണ്. എന്താണ്? യെസ്, 50 ആണ് കേട്ടോ. അതിൻ്റെ ഓർഡർ തെറ്റിയെന്നേ ഉള്ളൂ, കൃത്യമാണ്. അതിൻ്റെ ഓപ്ഷൻ C ആണ് കൃത്യമായിട്ടുള്ള ഉത്തരമെന്ന് പറയുന്നത്. ഓക്കെ, 50% നമ്മൾ കുറയ്ക്കുവാനായിട്ടാണ്, കമ്മ്യൂണിക്കബിൾ ഡിസീസ് കുറയ്ക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. എന്നുകൊണ്ട് 2030 കൊണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗോൾസ് ആർ റിലേറ്റഡ് ടു മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ്? ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗോൾസ് ആർ റിലേറ്റഡ് ടു മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ്? ഒന്ന്, ഇംപ്രൂവിങ് മെൻ്റൽ ഹെൽത്ത്, കൺട്രോളിങ് depletion of ozone layer, improving life of slum dwellers, creating smart city infrastructure, ലാസ്റ്റ് പ്രൊമോട്ടിംഗ് ജെൻഡർ ഇക്വാളിറ്റി ആൻഡ് എംപവർമെൻറ്റ് ഓഫ് വുമൺ. ഇതൊരു പ്രീവിയസ് ഇയർ, നിങ്ങൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ? ഇതിനകത്ത് നമ്മൾ പറഞ്ഞ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഓപ്ഷൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് ഈ ഒരു ഭാഗം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഉത്തരം ഒരു കോമ്പിനേഷൻ ആൻസറാണ്. എന്താണ് വരുന്നത്? ഏതായിരിക്കും ഇതിൻ്റെ ഉത്തരം എന്ന് നോക്കാം. ഓപ്ഷൻ A ആണ് അല്ലേ. C ആൻഡ് E ഒള്ളിയാണ് ഇതിനകത്ത് കൃത്യമായിട്ട് ആൻസറായിട്ട് വന്നിരിക്കുന്നത്. A, C ആൻഡ് E ആണ് കേട്ടോ. A, C ആൻഡ് E ആണ്. നമുക്ക് നോക്കാം എന്താണ്. ഇംപ്രൂവിങ് മെൻ്റൽ ഹെൽത്ത്, അതുപോലെ തന്നെ ഇംപ്രൂവിങ് ദ ലൈഫ് ഓഫ് സ്ലം ഡെവലപ്പേഴ്സ്, അതുപോലെ തന്നെ പ്രൊമോട്ടിംഗ് ജെൻഡർ ഇക്വാളിറ്റി ആൻഡ് എംപവർമെൻറ്റ് ഓഫ് വുമൺ അല്ലേ. ഇതെല്ലാം നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൽ കണ്ടതല്ലേ. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ടോപ്പിക്കിൻ്റെ പ്രാധാന്യം. അടുത്തൊരു ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്? ഓക്കെ, നോക്കാം ഏതൊക്കെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോ പോവർട്ടി, സീറോ ഹങ്കർ, എംപ്ലോയ്മെൻറ്റ് ടു എവരി വൺ, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ജെൻഡർ ഇക്വാളിറ്റി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്? ഓക്കെ, അത് കോമ്പിനേഷൻ ആയിട്ടുള്ള ആൻസറാണ് വരുന്നത്. ഏതാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസർ?
ഓക്കെ, ആൻസർ 3 ആണ്. എ, ബി, ഡി ആൻഡ് ഇ ഉള്ളി. അപ്പോൾ സി ഒഴിച്ച് ബാക്കിയെല്ലാം എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോളിൽ വരുന്നതാണ്. അപ്പോൾ സി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് നോക്കാം. സി എംപ്ലോയ്മെൻറ്റ് ടു എവരി വൺ അല്ലേ, അങ്ങനൊരു കാര്യം നമ്മൾ അവിടെ കണ്ടില്ല. ഓക്കെ, സി ആണ് കേട്ടോ. ഓക്കെ, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ, ജെൻഡർ ഇക്വാളിറ്റി നമ്മൾ പറഞ്ഞു, സീറോ ഹങ്കർ പറഞ്ഞു, നോ പോവർട്ടി എന്നുള്ളത് നമ്മൾ ഒന്നാമത്തെ ഗോളാണ് അല്ലേ. യെസ്. അപ്പോൾ എന്നാലും എംപ്ലോയ്മെൻറ്റ് ടു എവരി വൺ എന്നുള്ള കാര്യം നമ്മൾ എങ്ങും കണ്ടില്ല. അപ്പോൾ കൃത്യമായിട്ട് കണ്ടോ, ആ ചോദ്യത്തിനകത്തുനിന്ന് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ആ ടോപ്പിക്കിനകത്തുനിന്ന് തന്നെയാണ് ആ ഒരു ചോദ്യം വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. നോക്കിയേ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് റിഗാർഡിങ് ഗോൾസ് കേട്ടോ. അപ്പോൾ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിരിക്കുന്നതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന 2 സ്റ്റേറ്റ്മെൻറ്റുകളാണ് തന്നിരിക്കുന്നത്. അതിൽ കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഇറ്റ് കണ്ടെയ്ൻ 20 ഗോൾസ് ആൻഡ് 180 ടാർഗറ്റ്സ്. ഓക്കെ, ഇറ്റ് വാസ് അഡോപ്റ്റഡ് ഇൻ ന്യൂയോർക്ക് ഇൻ സെപ്റ്റംബർ 2050. 2 സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും അല്ലേ. എന്നാൽ നോക്കിയേ, ഇതിനകത്ത് ഏതാണ് ബോത്ത് 1 and 2 ആർ കറക്റ്റ്, ബോത്ത് 1 and 2 ആർ ഇൻകറക്റ്റ്, ഓൺലി 1 ഈസ് കറക്റ്റ്, ഓൺലി 2 ഈസ് കറക്റ്റ്. ഏതാണ് ഓപ്ഷനിലേക്ക് ഉത്തരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആൻസർ ചെയ്യാമല്ലോ. എന്താണ്? യെസ്, ആൻസർ ഡി ആണ് അല്ലേ. 2 മാത്രമാണ് കൃത്യമായിട്ടുള്ളത്. അപ്പോൾ അതായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വാസ് അഡോപ്റ്റഡ് ഇൻ ന്യൂയോർക്ക് ഇൻ സെപ്റ്റംബർ 2050 അല്ലേ. 2015 സെപ്റ്റംബറിൽ ന്യൂയോർക്കിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്നുള്ളത് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആദ്യത്തിൽ എന്താണ് തെറ്റിപ്പോയിരിക്കുന്നത്, ഇവിടെ തന്നെ തെറ്റാണ്. എന്താണ് 20 എണ്ണം ഇല്ല, നമുക്ക് 17 ഗോള് ഉള്ളു എന്നുള്ളതാണ് അല്ലേ. ഓക്കെ, അപ്പം കണ്ടോ, ഇതെല്ലാം പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ എന്നുള്ളത് ഇനിയും ഇതിനകത്തുനിന്ന് ചോദ്യങ്ങൾ വരും. തീർച്ചയായിട്ടും നിങ്ങൾ നിർബന്ധമായിട്ടും ഇത് പഠിച്ചു പോകണം. അപ്പോൾ തുടക്കത്തിൽ തന്നെ നമുക്ക് ഫസ്റ്റ് പേപ്പറും നമ്മുടെ സബ്ജക്ട് പേപ്പറിനോടൊപ്പം തന്നെ പഠിച്ച് അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാം. അപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഇത്രയും നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വർഷത്തെ ഒരു സ്റ്റഡി പ്ലാൻ തന്നെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ 10 ദിവസത്തേക്ക് നമ്മുടെ ഈ കോഴ്സിന് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി ഓഫറുണ്ട്. ഈ ഓഫർ ഒരു കാരണവശാലും നിങ്ങൾ മിസ് ചെയ്യരുത്. അപ്പോൾ ഏറ്റവും നല്ല ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകരാണ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്ത്. മെറ്റീരിയൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ലൈവ് റെക്കോർഡഡ് സെഷൻസ് ഉണ്ട്. ഓക്കെ, ആക്ടിവിറ്റി ഗ്രൂപ്പുകളുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഇതുപോലെ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ പ്രയോജനപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.